ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് 73,588 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷമുള്ള ആദ്യ 2 ദിനവും 1 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തിയിരുന്നു. AK ലതീഷ് വിവരങ്ങൾ നൽകാനുണ്ട് സന്നിധാനത്ത് നിന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ്, ഈ മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ പ്രവാഹത്തിൽ കുറവ് എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേയില്ല. എല്ലാ തവണയും വലിയ തോതിൽ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുന്നു എന്നതാണ് എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. എന്നാലും ഇന്നലത്തേതൊരു കാര്യപ്പെട്ട കുറവൊന്നും അല്ലല്ലോ. അന്ന, തീർച്ചയായും കാര്യപ്പെട്ട കുറവല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നതിന് ശേഷമുള്ള ആദ്യ 2 ദിനം 1 ലക്ഷത്തിൽ പരം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. എങ്കിൽ ഇന്നലെയാണ് അതിലല്പം കുറവ് വന്നത്. 73,588 തീർത്ഥാടകരാണ് പമ്പ വഴി 18-ാം പടി കടന്ന് ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഉഷപൂജയ്ക്കായി 7:30 നട അല്പസമയം അടച്ചിരുന്നു. അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ ഈ ക്യൂവിൽ ദൃശ്യമാകുന്നത്. ഒരു 10-15 മിനിറ്റോളം നട അടച്ചാണ് ഉഷപൂജ നടക്കുന്നത്. അതിനെ തുടർന്ന് കുറച്ച് തിരക്ക് ഈ നടപ്പന്തലിൽ ഇപ്പോൾ ദൃശ്യമായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിപീഠം അതേപോലെ തന്നെ മരക്കൂട്ടം വരെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവധി ദിനമാണ്. ഇന്ന് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഇന്നും നാളെയും കാര്യമായ തിരക്കുണ്ടാവില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്നും 80,000-ൽ പരം ആളുകൾ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കാനനപാതയിലൂടെ തീർത്ഥാടകർ 4,000-നും 5,000-നും ഇടയിലെല്ലാം തീർത്ഥാടകർ എത്താനുള്ള സാധ്യതയുമുണ്ട്. ആ നിലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസും അതേപോലെ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ യിലും അതേപോലെ തന്നെ പമ്പയിൽ നിന്നുള്ള വഴിയിലുമെല്ലാം നിർത്തിക്കൊണ്ട് പരമാവധി തിരക്ക് ഒഴിവാക്കി ഏറ്റവും സുഗമമായ ദർശനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 18-ാം പടിയെല്ലാം വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയം ആളുകളെ കയറ്റിവിടുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർത്ഥാടകർ വീണ്ടും 18-ാം പടി കയറി ദർശനത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു 2-3 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ ഈ 18-ാം പടി വൃത്തിയാക്കുന്നതിനായി എല്ലാം എടുത്തത്. കൂടുതൽ തീർത്ഥാടകർ എത്തുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മലയാളികളെക്കാൾ കൂടുതൽ ഈ മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം ഇവിടേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും എല്ലാവർക്കും ദർശനത്തിനെത്തുന്ന ശബരിമലയിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ഏറ്റവും സംതൃപ്തമായ അല്ലെങ്കിൽ സന്തോഷകരമായ ദർശനം സാധ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ഇവിടെ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കാനനപാത വഴി കടക്കുന്ന തീർത്ഥാടകർക്കുള്ള പാസ് ഇന്നലെ മുതൽ നിർത്തലാക്കിയിരുന്നു. മറ്റു തീർത്ഥാടകർക്ക് ലഭിക്കുന്ന പ്രവേശനത്തിന് ലഭിക്കുന്ന അനുമതി ഇല്ലാതാകുന്നതോടുകൂടിയായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും ഇന്നലെ ദർശനത്തിനെത്തിയ ആളുകളിലുണ്ടായ നേരിയ കുറവ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം ഒരു 5,000 പേരെയെങ്കിലും ഇത്തരത്തിൽ എരുമേലിയിലെത്തുന്ന തീർത്ഥാടകരെ കാനനപാത വഴി പ്രത്യേക പാസ് വഴി സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ളൊരു ക്രമീകരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ കൂടി ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം ദേവസ്വം ബോർഡ് നടപ്പാക്കിയത്. എന്നാൽ 5,000 എന്നത് അതിൻ്റെ 4 ഇരട്ടിയും 5 ഇരട്ടിയും 20,000 മുതൽ 25,000 വരെ ഇത്തരത്തിൽ തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത് വലിയ പ്രതിസന്ധി മറ്റു തീർത്ഥാടകർക്ക് സൃഷ്ടിച്ചു. കാരണം കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ 18-ാം പടിക്ക് താഴെ നേരിട്ടെത്താനും അവിടെ ക്യൂ നിൽക്കാതെ തന്നെ 18-ാം പടി കയറി ദർശനം നടത്താനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം കൂടുതൽ പേർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയാണ് അത് തിരക്ക് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു എന്നുകൂടി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആ പാസ് താൽക്കാലികമായി ദേവസ്വം ബോർഡ് നിർത്തലാക്കിയത്. ആ ഒരു പാസ് നിർത്തലാക്കിയത് കൂടിയാണ് ഇന്നലെ ദർശനത്തിനെത്തിയവരുടെ എണ്ണത്തിൽ
നേരിയ കുറവ് വരാൻ ഇടയായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അന്ന. യെസ് ലതീഷ്, ഏതാണ്ട് ലതീഷ് 73,000-ലധികം തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. കാനനപാത വഴിയുള്ള പാസ് നിർത്തലാക്കിയതിന് ശേഷം നേരിയ തോതിൽ ചെറിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, ദർശനം നടത്തിയവരുടെ എണ്ണത്തിൽ. ലതീഷ് എക്കെയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുമ്പോഴും അരവണയ്ക്കും അപ്പത്തിനും ക്ഷാമമില്ല. മകരവിളക്ക് മഹോത്സവം മുന്നിൽ കണ്ട് 21 ലക്ഷത്തിലധികം ടിൻ അരവണ ദേവസ്വം ബോർഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യാനുസരണം പ്രസാദം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് അരവണ, അപ്പം എന്നിവ ലഭ്യമാക്കാൻ വിപുലമായ സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയത്. സന്നിധാനത്തെ ആഴിക്ക് സമീപം 10 കൗണ്ടറുകളിലൂടെയും മാളികപ്പുറത്തുള്ള 8 കൗണ്ടറുകളിലൂടെയുമാണ് വിൽപ്പന. അയ്യപ്പ ഭക്തർക്ക് പോസ്റ്റലായും അപ്പവും അരവണയും വാങ്ങാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ ആവശ്യാനുസരണം പ്രസാദം ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. பழையது இல்லை, இப்போ கொஞ்சம் அதிகமாக கேட்க அளவுக்கு இப்போ அதிகமாக கிடைக்கிது, பரவாயில்ல. எல்லாம் இப்போ அதிகமாக எடுத்துக்கிறோம். அப்போ கேட்கும் போல் கிடைக்கிது, பாக்ஸ் நிறைய இருக்குது. ഹാപ്പി വളരെ സന്തോഷം. മണ്ഡലകാലത്തേക്ക് 40 ലക്ഷം ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തിരുന്നു. റെക്കോർഡ് വിൽപ്പന നടന്നു. മകരവിളക്ക് മഹോത്സവ തിരക്ക് പരിഗണിച്ച് 22 ലക്ഷത്തിനടുത്ത് ടിൻ അരവണ സ്റ്റോക്ക് ചെയ്തെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു പറഞ്ഞു. നമ്മൾ സീസൺ, അതായത് മണ്ഡല മകരവിളക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ അരവണയിലാണ് നമുക്ക് എപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ടാകുന്നത്. കാരണം അത് തയ്യാറാക്കി എടുക്കുവാനുള്ള ആ ഒരു ഭൗതിക സാഹചര്യങ്ങളാണ് അതിൻ്റെ പ്രശ്നമായിട്ടുള്ളത്. അത് നമ്മൾ 40 ലക്ഷം കണ്ടെയ്നർ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്ത് സഫീഷ്യൻ്റായിട്ട് ഒരയ്യപ്പന് പോലും ആവശ്യപ്പെട്ട എണ്ണം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. എത്ര ചോദിക്കുന്നോ അത്രയും വഴിപാട് പ്രസാദങ്ങൾ നൽകിയാണ് പോകുന്നത്. അത് നമ്മൾ വളരെ ഭംഗിയാക്കി പൂർത്തീകരിച്ചിട്ടുണ്ട്. മകരവിളക്കിനാണെങ്കിൽ അതേപോലെ തന്നെ അതിനേക്കാട്ടിൽ കുറച്ചും കൂടെ ഗൗരവതരമായി എടുത്തുകൊണ്ട് തന്നെ 21 ലക്ഷം കണ്ടെയ്നർ അരവണ മകരവിളക്ക് കാലത്തേക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. പ്രതിദിനം 2.8 ലക്ഷം ടിൻ അരവണയാണ് നിർമ്മിക്കുന്നത്. 3 മുതൽ 3.5 ലക്ഷം ടിൻ വരെ വിൽപ്പന നടക്കുന്നു. ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർക്ക് ആവശ്യമുള്ളത്ര അരവണയും അപ്പവും ലഭ്യമാകുന്നു എന്നത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന സന്തോഷവും സംതൃപ്തിയും ചെറുതല്ല. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം ശബരിമല സന്നിധാനത്ത് നിന്നും AK ലതീഷ്.